സംസാരിക്കുന്നത്. ഇവിടെ ആരും സംസാരിക്കുന്നില്ല. സോ ആർക്കും വേറൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് കരുതി ഷോളൊക്കെ ഉണ്ടാകും. കാരണം ഭയങ്കര തണുപ്പാണ്. ചെവിയിൽ ഇത് തൊപ്പിയിട്ടാലും കാറ്റ് കയറും. അപ്പോൾ ഈ ഷോളിട്ട് നല്ലോണം ചുറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു ശമനമുണ്ട്. അതുകൊണ്ട് ഷോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ വേറൊന്നുമില്ല. മേക്കപ്പ് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ റീഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കി മേക്കപ്പ് ഇട്ട് സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അത്ര അടിപൊളിയായിട്ട് കിട്ടിയില്ല. എന്നാലും ഓക്കെ ആണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പാണ്. അപ്പം നന്ദി വേഗം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലും വീട്ടിലെല്ലാം ഇരിപ്പുണ്ട്. ഞങ്ങൾ ചോറും മീനും എല്ലാം ആക്കിയത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും എല്ലാവരും ഒരു കൊതി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് KFC കഴിക്കാൻ തന്നെ. ഫുഡ് ഓർഡർ ചെയ്യുന്നതിൽ നല്ല KFC കഴിക്കുന്ന. അപ്പോൾ KFC പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. വരുന്ന വഴിക്ക് വീട്ടിൽ വിളിക്കായിരുന്നു. അതാ പിന്നെ ബ്ലോഗ് എടുക്കാത്തത്. അപ്പോൾ ട്രെയിനിലാണ്. അപ്പോൾ കയറിയുള്ളൂ. നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം ഓടി ഇരുന്നാൽ മതി. ഇനി 1 2 3 സ്റ്റോപ്പോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനോവറായി. അപ്പോൾ ഞാൻ KFC കഴിക്കുന്ന വ്ളോഗായിരിക്കുന്നത്. അതും പ്ലസ് ചിലപ്പോൾ ഷോപ്പിങ്ങിന് പോവും. അപ്പോൾ എന്താണോ അതൊക്കെ ആയിരിക്കും. യെസ്, കാരണം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ മുതൽ പ്ലാൻ ഇട്ടപ്പോൾ മുതൽ. അപ്പം ചിലപ്പോൾ ഇന്നും കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങും. അപ്പോൾ യെസ്, സ്റ്റേ ട്യൂൺഡ്. എല്ലാം അടിപൊളിയായിട്ട് ഞാൻ ബ്ലോഗിൽ കാണിക്കാം. അപ്പോൾ എന്താ പറയുക, അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം. യെസ്, അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മൾ നന്ദുവിനെ കണ്ടുപിടിച്ചിരിക്കും. ഇവനുള്ളിലായിരുന്നു. അപ്പോൾ ഇപ്പം ഏകദേശം നീ പണ്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലായിരുന്നോ? ഓരോർക്കും സത്യമാണ്. ഞാനാട്ടോ വാങ്ങിക്കൊടുക്കണേ, ഇവരല്ല. ഞാൻ വാങ്ങിക്കൊടുക്കും. ഇവനെ പറ്റിച്ചെന്നൊക്കെ പറയും. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ഒരാളെ പറ്റിച്ച് കഴിച്ചാവും. ഞാൻ നിന്നെ പറ്റിച്ച് കഴിക്കാറുണ്ട്. ഫോണില്ലേ കൂട്ടുകാരനാണ് അൻസിഫ്. അൻസിഫ് എൻ്റെ ഒരു യൂട്യൂബിലൊരു ഹായ് പറയണം. അൻസിഫ് പറഞ്ഞതാ. ലിസ്ന ലത്തീഫിന്റെ യൂട്യൂബിലൊരു ഹായ് എന്നാ പറഞ്ഞേ, ഞാൻ കേട്ടു. ഇപ്പോൾ ഗൈസ് നമ്മൾ ഹാനോവർ ഇറങ്ങി. തിരക്കൊണ്ട് വലിയ കാര്യമായിട്ടില്ല. ഈ സാധനത്തിൽ കയറി നമ്മൾ പോകും. ഇതിൽ കയറിയിട്ട് നമ്മളിനി താഴത്തേക്ക് ഇറങ്ങും. ഇന്നിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ പേര് ഷോപ്പിങ്ങും കാര്യത്തിനൊക്കെ ആയിട്ട് ഇറങ്ങും. മേ ബി അതുകൊണ്ടായിരിക്കും. തിരക്കെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുണ്ട് പാനോഫിൻ്റെ ഉള്ളിൽ. അപ്പോൾ പാനോഫിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് എന്താ സംഭവം ലൈക്ക് സിറ്റി വരുന്നത്. അപ്പോൾ അതൊക്കെ കാണിക്കാം. അതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ എപ്പോഴും ഹനോവർ വരാറില്ല. ഹനോവർ വരാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും. പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ പാനോഫിൻ്റെ ഉള്ളിൽ നമുക്കൊരു വഴിയുണ്ട്. സ്റ്റെയർ ഇറങ്ങി താഴത്തോടെ പോകാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെയായിരിക്കും പോകുന്നത്. വെളിയിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പോൾ വെളിയിൽ തിരിച്ചു വരുമ്പോൾ വെളിയിൽ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അല്ലാണ്ട് ഇറങ്ങി പോവാണ്. ആണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കടകൾ കാണാം. ഇതിൻ്റെ താഴത്തോടെ ഉള്ള ഇതാണ്. ഇതിൻ്റെ മുകളിൽ സിറ്റിയാണ്. നിങ്ങൾക്ക് H&Mൻ്റെ ബോർഡൊക്കെ കാണും. 18 പീസോ 20 പീസും കണ്ടുണ്ടെന്ന് തോന്നുന്നു. 18 വിങ്സും കണ്ടുണ്ട്. അത് ലാഭമാടാ അൻസിഫേ. ഇതൊന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യില്ലടാ. ഞാൻ വേണം. ഞാനില്ലാണ്ട് എന്ത് KFC. അതായത് ഞങ്ങൾ അങ്ങനെ KFC ഞാൻ കാണിച്ചു തരാട്ടെ. ഞങ്ങൾ KFC എടുക്കുന്നതും ലൈക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. തൊടുപുഴയിലാകെ ഒരു KFC ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വരുന്ന ടൈമിൽ. അപ്പോൾ അതിലൊന്നും നമുക്ക് സെൽഫായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ പോയി നിന്ന് ഓർഡർ ചെയ്യും. അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സംഭവമുണ്ട്. നമുക്ക് സെൽഫായിട്ട് ഓർഡർ ചെയ്യാം. നമ്മൾ അവിടെ നിന്ന് തന്നെ ക്യാഷ് പേ ചെയ്യും. നമുക്ക് കണ്ട് സാധാ പോയി എടുക്കുന്ന പോലെ നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് പോയി എടുക്കാം. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്നൊരു സാധനമുണ്ട്. അതായിരിക്കും എടുക്കുന്നത്. അല്ലാണ്ട് ഒരു ബക്കറ്റാണത്. അപ്പോൾ അതിനകത്ത് വിങ്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. വിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് മൊത്തം കഴിച്ച് തീർക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. നന്ദു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്ദും എടുക്കും. ഞാനിരുന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും.
അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗ്. നമുക്ക് തയ്യൽ കടയുണ്ട്. ഇത് കണ്ടോ തയ്യൽ കട. കഴിഞ്ഞ് നേരെ ഞാൻ ഈ കാണുന്ന ന്യൂയോർക്കറിലൊന്ന് കയറും, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഞങ്ങളിത് പ്ലാൻ മാറ്റി. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വിശക്കണില്ല, അതുകൊണ്ട് വിശക്കണില്ലാത്തതുകൊണ്ടൊന്നല്ല. ഇവിടെ 8 മണിയാകുമ്പം എല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ ഒരു 6:30 6 എന്ന് പറയുമ്പോൾ 8 മണിയാകുമ്പോൾ വലിയ പാടില്ലല്ലോ, സമയം വേഗം പോകും. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയി KFC കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ വന്നാലും 7:30 കഴിയും. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഫസ്റ്റ് നമുക്ക് ന്യൂയോർക്കറിലൊക്കെ കയറി പയ്യെ KFC കഴിക്കാൻ പോവാം. കാരണം KFC കട 10 മണി വരെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് നോക്കി കണ്ട് എല്ലാം ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. അപ്പം ഞങ്ങൾ ന്യൂയോർക്കറിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണും. എടാ അത് മേലത്തെ കൊടുക്കടാ, ബക്കറ്റ്, നമ്മുടെ വിങ്സിന്റെ ബക്കറ്റ് ഏറ്റവും താഴെ. ആ ചിക്കൻ ഷെയർ അതല്ല അതിൻ്റെ മുകളിലത്തെ ചിക്കൻ ഷെയർ 18 ഹോട്ട് വിങ്സ് അത് തന്നെ. ഇപ്പോൾ KFC എത്തിയപ്പോൾ ഇനി ഞങ്ങൾ വാങ്ങിച്ചെന്താണെന്ന് കാണിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചെറിയ മിറുണ്ട്, അത് കോംബോ ഓഫറാണ്. അതുപോലെ ഒരു ബർഗർ, ഫ്രൈസ്, പിന്നെ 2 ക്രിസ്പ്സ്, പിന്നെ കെച്ചപ്പ് ഓഫ് കോഴ്സ്. ഇത് 20 18 ചിക്കൻ വിങ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്പൈസസ് ഇൻജെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കഴിക്കട്ടെ, കഴിച്ച ശേഷം കാണാം. അവൻ ടോയ്ലറ്റിൽ പോയി കാണാം, ഞാൻ ആദ്യം പോയായിരുന്നു. ഇത് കഴിച്ചിട്ട് സോ ഗൈസ്, അപ്പോൾ എൻ്റെ തലയുടെ ഷോൾ ഇങ്ങനെ വരെ ആയി. കാരണം ഇപ്പം ഞാൻ വേഗം എടുത്തിട്ടാട്ടോ. അപ്പോൾ ഇനി ഇത് പിടിച്ചേടാ എന്തോ ഷോൾ ഷേർട്ടാ, ഷോള് തണുപ്പൊന്നും ഇല്ല, കഴുത്തിന് സമയം ഇട്ടായുള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ KFC കഴിച്ചിട്ട് ഇറങ്ങി. മനസ്സിലായി കാണല്ലോ, ചുണ്ടിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പയ്യെ പോയി തുടങ്ങി. ന്യൂയോർക്കറിൽ കയറി ഒരു ടീഷർട്ട് എടുത്തു എനിക്ക് വീട്ടിലേക്ക്, വാച്ചിക്ക്. നന്ദു ഒരു ജീൻസ് എടുത്തു. പിന്നെ ഇനി നേരെ ഞങ്ങൾ പോവും. അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്കൊന്ന് അവിടെ ഡിവിനകത്ത് നമുക്ക് കടയുണ്ട്. അപ്പോൾ അവിടെ വലിയ കടയിൽ ഒന്ന് കയറി ഇറങ്ങുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും, അതും കാണിക്കാം. ഏത് 8:30 ഇങ്ങോട്ട് അവിടെ പോവാം, കാരണം ഇതൊക്കെ 8 മണിയാകുമ്പോൾ അടയ്ക്കും കടകളൊക്കെ. അപ്പോൾ നമ്മളിതപ്പോൾ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. റോസ്മാനിൽ കയറി ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പം പിന്നെ ഒരു കപ്രിസൺ ജർമ്മനിയിലുള്ളവർക്ക് അറിയാം കപ്രിസൺ. കുഞ്ഞുങ്ങളാണിത് പൊതുവെ കുടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. 0 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം. 0 വയസ്സെന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കായിരിക്കില്ലേ? 0 വയസ്സ് പിള്ളേരെ കണ്ട കപ്രിസൺ ഏറ്റവും കുടിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കുടിക്കും, എൻ്റെ സ്കൂളിലുള്ള പിള്ളേർക്ക് കുടിക്കുന്നതാണ് കേട്ടോ. അവനത് തീർത്തു. ഇവൻ ഞങ്ങൾ KFC പോയിട്ട് മിറിൻ്റെ വാങ്ങിച്ചു, പെപ്സി വാങ്ങിച്ചില്ല കേട്ടോ. ആ മിറിൻ്റെ അവൻ തീർത്തത് കൊണ്ടാണ് എനിക്ക് ഈ കാപ്രിസൺ വാങ്ങിച്ചത്. എന്നിട്ട് ഇതും കുടിച്ചു തീർക്കാണ്. ഞാനിടും, പക്ഷെ അവൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാക്കും, മ്യൂട്ട് ചെയ്യും. ഇവനിപ്പോഴും ഇവൻ്റെ എക്സിന് ഭയങ്കര കാര്യമാണ്. ഇന്നോടെ എന്നെ ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നുള്ളൂ. എക്സല്ലേ, ഇവന് ഇഷ്ടമുണ്ടായിരുന്നു ഒരു കൊച്ച്. കുറേ പേരുണ്ടായിരുന്നു, അതിലൊരു കൊച്ച്. കിടന്നത് നച്ച് കുടിച്ചോ. എടുത്തിട്ട് വന്നില്ല. ആ പെണ്ണാന്നേ, ഈ പെണ്ണടാ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.